അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇശാഇന് മുമ്പായിക്കൊണ്ട് പരമാവധി ദിക്ർ സലാത്തുകളൊക്കെ ചൊല്ലി 790 730 1700 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എല്ലാവരും മെസ്സേജ് ചെയ്യണം. പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ വേണ്ടി ദുആ എടുക്കണം. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോഴും കണ്ടുകിട്ടാത്ത ഒരുപാട് മയ്യത്തുകൾ, മൃതശരീരങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലും മണ്ണിൻ്റെ അടിയിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും കാടുകളിലുമൊക്കെ ചെന്ന് അകപ്പെട്ട് കിടക്കുകയാണ്. അവരൊക്കെ കണ്ടെത്തി മാന്യമായ ഒരു രീതിയിൽ സംസ്കരിക്കാനും മറവ് ചെയ്യാനും ഉള്ള സാഹചര്യം ഉണ്ടാകണം. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ പരിസരത്തൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിസരത്തുള്ള സ്കൂളുകൾ 5-6ഓളം സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡാമുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഉയർന്ന പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴ, ആ വെള്ളമൊക്കെ താഴ്ന്ന പ്രദേശത്തേക്ക് വന്ന് അവിടെ ഇങ്ങനെ വെള്ളം പൊത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ദുരന്തങ്ങളിൽ നിന്നും പേമാരിയിൽ നിന്നും വെള്ളപ്പൊക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ ഉരുൾപൊട്ടലുകളിൽ നിന്നൊക്കെ നമ്മളെ അഹ്ലുകാരെയും ഒക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന വാട്സപ്പ് നമ്പറുള്ള ഫോണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയി, ഇനി അത് തിരിച്ചു കിട്ടൂല, അങ്ങനത്തെ പോക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് ആരും മെസ്സേജ് ഇപ്പോൾ താൽക്കാലികമായി അയക്കരുത്. പുതിയ നമ്പറായ 790 739 1700 എന്ന നമ്പറിലേക്ക് എല്ലാവരും വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, ദുആ വസിയത്തുകൾ അയക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മജ്ലിസിന് ശേഷം ദുആ ചെയ്യണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഖുർആൻ എടുക്കാം. നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. വെൽക്കം ടു ദ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ഓഫ് MS വോയിസ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه. وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض
ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأت بكم الله جميعا إن الله على كل شيء قدير ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون فاذكروني أذكركم واشكروا لي ولا تكفرون يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين صدق الله العظيم ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഈ സൂറത്തു സജദയാണ് നാം ഓതാൻ പോകുന്നത്. എല്ലാവരും സൂറത്തു സജദ എടുത്ത് സാവധാനം മുസ്ഹഫിൽ നോക്കി ഉസ്താദിന്റെ കൂടെ റാഹത്തായിട്ട് ഓതുക ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم تنزيل الكتاب لا ريب فيه من رب العالمين أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون
يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സജ്ജദ വജ്ഹിയലില്ലദി ഖലഖഹു വഖദ്ദറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ർ ഒരു വട്ടം ചൊല്ലുക. അത് അറിയുന്നവർ അത് ചൊല്ലുക, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം ഇട്ടുക. ഇങ്ങനെയാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക. ബാക്കി تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة
قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون صدق الله العظيم. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ അടങ്ങിയ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യാനാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന ഇവിടെ നിന്ന് ചൊല്ലിത്തരും. നിങ്ങളെല്ലാവരും ഒപ്പം കേട്ട് ചെല്ലുക. അള്ളാഹു നമ്മെ ഏവരെയും അവൻ്റെ റിള ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, തൃപ്തി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാവുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. اللهم إنا
اللهم إنا نسألك نسألك ونتوسل ونتوسل إليك إليك ونتضرع ونتضرع إليك إليك بأسمائك الحسنى بأسمائك الحسنى يا الله يا الله يا رحمن يا الله يا رحمن يا الله يا رحيم يا الله يا رحيم يا الله يا ملك يا الله يا ملك يا الله يا قدوس يا الله يا قدوس يا الله يا سلام يا الله يا سلام يا الله يا مؤمن يا الله يا مؤمن يا الله يا مهيمن يا الله يا مهيمن يا الله يا عزيز يا الله يا عزيز يا الله يا جبار يا الله يا جبار يا الله يا متكبر يا الله يا متكبر يا الله يا خالق يا الله يا خالق يا الله يا بارئ يا الله يا بارئ يا الله يا مصور يا الله يا مصور يا الله يا غفار يا الله يا غفار يا الله يا قهار يا الله يا قهار يا الله يا وهاب يا الله يا وهاب يا يا الله رزاق يا الله يا رزاق يا الله يا فتاح يا الله يا فتاح يا الله يا عليم يا الله يا عليم يا الله يا قابل يا الله يا قابل يا الله يا باسط يا الله يا باسط يا الله يا خافل يا الله يا خافل يا الله يا رافع يا الله يا رافع يا الله يا معز يا الله يا معز يا الله يا مذل يا الله يا مذل يا الله يا سميع يا الله يا سميع يا الله يا بصير يا الله يا بصير يا الله يا حكم يا الله يا حكم يا يا الله عدل يا الله يا عدل يا يا الله لطيف يا الله يا لطيف يا يا الله خبير يا الله يا خبير يا يا الله حليم يا الله يا حليم يا يا الله عظيم يا الله يا عليم يا الله يا غفور يا الله يا غفور يا الله يا شكور يا الله يا شكور يا الله يا علي يا الله يا علي يا يا الله كبير يا الله يا كبير يا يا الله حفيظ يا الله يا حفيظ يا يا الله مقيت يا الله يا مقيت يا يا الله حسيب يا الله يا حسيب يا الله يا جليل يا الله يا جليل يا الله يا كريم يا الله يا كريم يا يا الله رقيب يا الله يا رقيب يا يا الله مجيب يا الله يا مجيب يا يا الله واسع يا الله يا واسع يا يا الله حكيم يا الله يا حكيم يا الله يا ودود يا الله يا ودود يا الله يا مجيد يا الله يا مجيد يا يا الله باعث يا الله يا باعث يا الله يا شهيد يا الله يا شهيد يا الله يا حق يا الله يا حق يا الله يا وكيل يا الله يا وكيل يا الله يا قوي يا الله يا قوي يا الله يا متين يا الله يا متين يا الله يا ولي يا الله يا ولي يا الله يا حميد يا الله يا حميد يا الله يا محصي يا الله يا محصي يا الله يا مبدئ يا الله يا مبدئ يا الله يا معيد يا الله يا معيد يا الله يا محيي يا الله يا محيي يا يا الله مميت يا الله يا مميت يا الله يا حي يا الله يا حي يا يا الله قيوم يا الله يا قيوم يا يا الله واجد يا الله يا واجد يا يا الله ماجد يا الله يا ماجد يا الله يا واحد يا الله يا واحد يا يا الله صمد يا الله يا صمد يا يا الله قادر يا الله يا قادر يا الله يا مقتدر يا الله يا مقتدر يا الله يا مقدم يا الله يا مقدم يا الله يا مؤخر يا الله يا مؤخر يا يا الله أول يا الله يا أول يا الله يا آخر يا الله يا آخر
يا يا الله ظاهر يا الله يا ظاهر يا يا الله باطن يا الله يا باطن يا يا الله والي يا الله يا والي يا الله يا متعالي يا الله يا متعالي يا يا الله بر يا الله يا بر يا يا الله تواب يا الله يا تواب يا يا الله منتقم يا الله يا منتقم يا يا الله عفو يا الله يا غفور يا يا الله رؤوف يا الله يا رؤوف يا يا الله مالك الملك يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا ذا الجلال والإكرام يا يا الله مقسط يا الله يا مقسط يا الله يا جامع يا الله يا جامع يا الله يا غني يا الله يا غني يا يا الله مغني يا الله يا مغني يا الله يا مانع يا الله يا مانع يا يا الله ضار يا الله يا ضار يا الله يا نافع يا الله يا نافع يا الله يا نور يا الله يا نور يا يا الله هادي يا الله يا هادي يا يا الله بديع يا الله يا بديع يا يا الله باقي يا الله يا باقي يا يا الله وارث يا الله يا وارث يا يا الله رشيد يا الله يا رشيد يا يا الله صبور يا الله يا صبور يا الله എല്ലാവരും ആമീൻ പറയുക. أن تحفظنا بحفظك آمين وتحمينا بحمايتك آمين وتكفينا بكفايتك آمين وتحرسنا بحولك وقوتك آمين وتعيدنا بتعيدك آمين وتنصرنا بنصرك آمين وتهدينا بهدايتك آمين وترعانا برعايتك آمين وتنظر إلي بعين عنايتك آمين وأن تجعلنا من عبادك الصالحين آمين الذين لا خوف عليهم ولا هم يحزنون آمين سبحان ربك رب العزة عما يصفون آمين وسلام على المرسلين والحمد لله رب العالمين آمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി സലാം ബൈത്തിൽ നിന്ന് അല്പം നമുക്ക് ചൊല്ലാം. صلواتي على النبي وسلامي وهو خير الأنام بدر التمام السلام عليك يا داعي الفلاح السلام عليك يا نور الصباح صلواتي على نبي وسلامي وهو خير الأنام بدر التمام السلام عليك يا حي الفلاح السلام عليك يا ركن الصلاح صلواتي على نبي وسلامي وهو خير الأنام بدر التمام السلام عليك يا خير الأجائر السلام عليك يا ضوء البصائر صلواتي على نبي وسلامي وهو خير الأنام بدر التمام السلام عليك يا عالي المفاخر السلام عليك يا بحر الدخائر صلواتي على النبي وسلامي
وهو خير الأنام بدر التمام السلام على المقدم للإمامة السلام على المشفع في القيامة صلواتي على النبي وسلامي وهو خير الأنام بدر التمام السلام على المضلل بالغمامة السلام على المتوج بالكرامة صلواتي على النبي وسلامي وهو خير الأنام بدر التمام صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ സ്വലാത്ത് ദിക്ർ മജ്ലിസിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും മനസ്സറിഞ്ഞ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഹബീബിന്റെ റൗളയിലേക്ക് എത്തണം. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഹബീബിനെ സ്വപ്നത്തിൽ കാണണം, ഹബീബിന്റെ ആ ദർശനം നമുക്കുണ്ടാകണം എന്നുള്ള ആ നിയ്യത്ത്, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 11 സ്വലാത്ത് ചൊല്ലാം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി 111 വട്ടം യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലുക. يا حي يا قيوم 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 يا
حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن شاء الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി എല്ലാവരും ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണേ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം ആ സലാം ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ ഏറ്റു ചൊല്ലണേ الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خليل الله الصلاة والسلام عليك
يا سيدي يا نبي الله الصلاة والسلام عليك يا سيدي يا صفي الله الصلاة والسلام عليك يا سيدي يا سيد المرسلين خذ بيدي നബിയെ എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയെ ഖല്ലത്ത് ഹീലതീ രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയെ ഇബാദത്തുകൾ കുറവാണ് നബിയെ എല്ലാം കുറവാണ് നബിയെ അതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയെ അതിരിക്കിനി എന്നെ എത്തിക്കണേ നബിയെ മുറാദി എൻ്റെ മുറാദിലേക്ക് അതിരിക്കിനി മുറാദി യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ ദൂതനെ എൻ്റെ മുറാദിലേക്ക് എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ് എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ് ഹബീബിനെ കാണലാണ് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടലാണ് അതിനുള്ള തന്ത്രങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയെ ആയതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ ചൊല്ലിക്കോളി ഖുദ് ബിയദീ ഖല്ലത് ഹീനതീ അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ ഖല്ലത് ഹീനതീ അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ ഖല്ലത് ഹീലതീ അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ് അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹു നീ ഖബൂലാക്കണേ അല്ലാഹ് ഹബീബിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണേ അല്ലാഹ് ഹബീബായ പ്രവാചകന്റെ മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാഹ് ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാഹ് അല്ലാഹു ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ അല്ലാഹ് ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് അല്ലാഹുവേ റഹ്മാനായ റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാം നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഞങ്ങൾ ഈ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാഹ് ഖതമ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദുകളെ ഹസിലാക്കി നൽകണേ അല്ലാഹ് രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹസിലാക്കി നൽകണേ അല്ലാഹ് പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. പലവരും ദുആ വസിയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബറൊക്കെ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. പല മയ്യത്തുകളും ഇതുവരെ കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട്. പലവരുടെയും കാടിൻ്റെ ഉള്ളിൽ പോയി 3-4 കിലോമീറ്ററോളം നടന്നു പോയിക്കൊണ്ട് ആളുകൾ മുളയിൽ ചാക്കിലാക്കിക്കൊണ്ട് കെട്ടി മയ്യത്തുകൾ കൊണ്ടുവരുന്ന സാഹചര്യമാണ് കാണുന്നത്. ചില മയ്യത്തുകൾക്ക് കൈയില്ല, കാലില്ല, ചിലവർക്ക് കഴുത്തിൻ്റെ അവിടെ നിന്ന് മേലോട്ടില്ല. ഇങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിലേക്ക് കിട്ടിയ ശരീരങ്ങളൊക്കെ അവർ ചാക്കിലും കവറിലുമൊക്കെയായി കെട്ടിത്തൂക്കി പിന്നെ ചുമലിൽ 4 ആൾ വെച്ച് കൊണ്ട് മയ്യത്തുകൾ കിലോമീറ്ററോളം നടന്നിട്ടാണ് ആ മയ്യത്തുകൾ കാട്ടിൽ നിന്നും അതുപോലെ ഉള്ള് ഏരിയയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് മറവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിലോമീറ്ററോളം ഈ ശരീരങ്ങൾ കല്ലുകളുടെയും മരങ്ങളുടെയും ചെളികളുടെയും വെള്ളത്തോടൊക്കെ കൂടി ഇങ്ങനെ ഒലിച്ചുപോയി. ആ പോകുന്ന സമയത്ത് ശരീരങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ തട്ടിക്കൊണ്ട് കൂറ്റൻ പാറകളും കമ്പുകളും ഒക്കെ തട്ടി ശരീരം ഛിന്ന ഭിന്നമായി വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ട സാഹചര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ വിഷമങ്ങൾക്ക് അല്ലാഹു എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ,
ഇപ്പോഴും പല ശരീരങ്ങൾ കിട്ടിയിട്ടില്ല. പലതും ഒരുപാട് മണ്ണിൻ്റെ അടിയിൽ പെട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒഴുക്കി കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന വേറൊരു തുരുത്തിലാണ്. ആ തുരുത്തിലേക്ക് ഇപ്പോൾ മനുഷ്യന്മാർക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമാണ്, കാൽനടയായിക്കൊണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിനാണ് ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ മരണപ്പെട്ട് കിടക്കുന്നവർക്ക് അള്ളാഹു ഖബറൊക്കെ അവരുടെ ബർസഖ് ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എവിടെയെങ്കിലും ജീവൻ്റെ ഒരംശം ജീവന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് അധികൃതർക്ക് എത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. പരമാവധി ഇശായിന് മുമ്പായി കൊണ്ട് ദിക്ർ സലാത്തുകളൊക്കെ ചൊല്ലി മജ്ലിസിലേക്ക് അറിയിക്കണം. ആ ദിക്ർ സലാത്തുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവകൾ കൊണ്ട് ഇടതേടി നമുക്ക് ദ്വാരക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അയക്കേണ്ട നമ്പർ 790-739-1700 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഹമ്മദ് ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله صدق الله صدق الله العلي العظيم. آمين آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم
استسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. لا إله إلا الله الموجود بكل زمان، لا إله إلا الله المعروف بكل إحسان، لا إله إلا الله المعبود بكل مكان، لا إله إلا الله المذكور بكل لسان، لا إله إلا الله كل يوم وفي شأن، لا إله إلا الله الأمان من زوال الإيمان من شد الشيطان من ظلم السلطان. يا قديم الإحسان يا غفور يا غفار، سبحان المبدئ سبحان الباقي سبحان المضي سبحان الذي الأعلى سبحانه وتعالى لا شريك له برحمتك يا أرحم الراحمين. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനുറഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്, ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖതമിന്, ഞങ്ങൾ ഓതിയതായ സൂറത്തു സജ്ദയെ, ഞങ്ങൾ ചൊല്ലിയതായ ഹബീബിൻ്റെ മേൽ ചൊല്ലിയതായ മദ്ഹിന സ്വലാത്തിന് ദിക്റുകൾ അസ്മാഉൽ ഹുസ്നകളെ, ഞങ്ങളെല്ലാ സൽക്കർമ്മങ്ങളും ഇബാദത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ല. എന്തെങ്കിലും പാകപ്പെടൽ വന്നവരും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ല. ഇതിൻ്റെയൊക്കെ തുല്യമായ പ്രതിഫലത്തെ ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായി ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ അഹ്ലുകാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഞങ്ങളെ ഇൽമോടിപ്പിച്ചെന്ന ഉസ്താദുമാർ, ഞങ്ങളെ അഭ്യുദയകാംക്ഷികൾ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ അമ്പിയാക്കൾ മുർസലീങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ അനുചരന്മാരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അഹ്ലുൽ ബൈത്തിന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ സഹാബത്തെ, എല്ലാ സഹാബത്തെ കിറാമിനെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എല്ലാ ഔലിയാക്കളുടെ ഹളറത്തിലേക്ക്, സാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, മശായിഖന്മാർ, ഖൈറുൽ അഹ്ലുകാർ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള സ്ഥാനങ്ങൾ നിവർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഹഖ് ജാഹ് ബർക്കത്തുകളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, മോശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, ഉസ്താദുമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹ്, അതുപോലെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരിമാരിൽ നിന്ന് അല്ലാഹു ഇതുപോലെ പലവരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ്, അവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് ഇതിൻ്റെ മിഥില സവാബിനെ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ നാടുകളെ പള്ളിക്കാടുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനാത്തിൻ്റെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, ഈ മജ്‌ലിസിലുമായി ബന്ധപ്പെട്ടു ഈ മജ്‌ലിസിൽ പങ്കെടുത്ത സഹോദരിമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഭാര്യമാർ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ്, അവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവനൊക്കെ ഖബർ നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാഹ്. അവരൊക്കെ ഞങ്ങളിപ്പോൾ ഈ ഖത്മുൽ ഖുർആൻ മജ്‌ലിസിൽ ഞങ്ങൾ അല്ലാഹുവേ, 3ാമത്തെ കൊല്ലമാണ് ഈ മജ്‌ലിസ് നടക്കുന്നത്. അല്ലാഹ്, ഞങ്ങൾ അവരൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ്, അതിൻ്റെയൊക്കെ മിഥിലതവാവിന് അവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ച് അവരുടെ ഖബറൊക്കെ നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മാറാവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പകർച്ചവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അത്തരം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ ഞങ്ങളെ പരിചയക്കാരിലുണ്ട്, കുടുംബക്കാരിലുണ്ട്. അല്ലാഹു, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു, ഇനി എങ്ങാനും ഞങ്ങളുടെ ശരീരത്തിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ, ക്യാൻസറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾ അറിയുന്നതിൻ്റെ മുമ്പല്ല നീ അതൊക്കെ അതിനൊക്കെ ശിഫാ നൽകി നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. മക്കൾ, ഭാര്യമാർ, സന്താനങ്ങൾ, പേരക്കുട്ടികൾ, സഹോദരന്മാർ, സഹോദരിമാർ റബ്ബേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹ്, എല്ലാവിധ രോഗങ്ങൾക്കും ശിഫ നിന്റെ അടുക്കൽ നിന്ന് മാത്രമാണല്ലോ. അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. നിന്റെ താഴത്തിനും പൊരുത്തത്തിനുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കടക്കാരായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മഈശത്തിൻ്റെ മേഖലയിൽ ഖൈറും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ വീട്ടിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇബാദത്തിൽ, ഈമാനിൽ, തഖ്വയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്.
ഞങ്ങളെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ജീവിതത്തിൽ സന്തോഷവും റാഹത്തും ബർക്കത്തൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കളാക്കല്ലേ അല്ലാ. മാതാപിതാക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, റാഹത്തോടെ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കുന്ന സന്തോഷമുള്ള സമാധാനമുള്ള ഐശ്വര്യമുള്ള റഹ്മത്തുള്ള ബർക്കത്തുള്ള ഭവനങ്ങളാക്കി ഞങ്ങളെ ഭവനങ്ങളെ നീ മാറ്റണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്തുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവരുടെ സങ്കടങ്ങൾ നിനക്കറിയാമല്ല അല്ലാ. അവരുടെ വിഷമങ്ങൾ നിനക്കറിയാമല്ല അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ നിനക്കറിയാമല്ല അല്ലാ. അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ നിനക്കറിയാമല്ല അല്ലാ. എല്ലാത്തിനും ശമനം നിന്നടുക്കൽ നിന്ന് മാത്രമാണല്ലോ അല്ലാ. നീ ശമനം നൽകണേ അല്ലാ. നീ ആശ്വാസം നൽകണേ അല്ലാ. നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വീടും സ്ഥലം വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാന്യമായ ഇടപാടുകാരെ എത്തിക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്നവർക്ക് ഹൈറായണകൾ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വിവാഹം ഉറപ്പിച്ച് വച്ച മക്കളുണ്ട് അല്ലാ. ഞങ്ങൾക്ക് ആ മക്കളൊക്കെ നല്ല നിലക്ക് കെട്ടിച്ചയക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മക്കളുടെയൊക്കെ വിവാഹം ഉറപ്പിച്ച്, പ്രത്യേകിച്ച് പെൺമക്കളുടെയൊക്കെ വിവാഹം ഉറപ്പിച്ചുകൊണ്ട് കാലിയായ കയ്യോടിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ദിനവും കണ്ണുനീരിലായിക്കൊണ്ട് കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ മാന്യമായി കെട്ടിച്ചേക്കാനുള്ള തൗഫീഖ് നിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം അല്ലാഹുവേ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഖൈറിലാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, നിൻ്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാ, മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മർദിയായ സിയാറത്തിനുള്ള അവസരം നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ പുന്നാര ഹബീബിൻ്റെ റൗള സിയാറത്ത് ചെയ്യാതെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കല്ല അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കണ്ടുകൊണ്ട് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് റാഹത്തോടെ വിട പറയാൻ നീ തൗഫീഖ് നൽകണയല്ല. ഞങ്ങളെ സക്രാത്ത് എളുപ്പമാക്കി തരണയല്ല. മരണം നന്നാക്കി തരണയല്ല. സാലിഹീങ്ങൾ വിട പറയുന്നത് പോലെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണയല്ല. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ആമീൻ. തഖബ്ബലല്ലാഹ്. മുഅ്മിനീങ്ങളെ, പരമാവധി നാളെ വ്യാഴാഴ്ച ദിവസമാണ്. ഇശാഇന് മുമ്പായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് പരമാവധി സ്വലാത്തുകളൊക്കെ ചൊല്ലി മജ്ലിസിലേക്ക് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ധാരാളം സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഉസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.